അല്ല ഷൈജു അദ്ദേഹത്തിന് എന്തോ പറയണമെന്നുണ്ട്. ഷൈജു അല്ല, വിദ്യാഭ്യാസ മന്ത്രി സ്കൂളിൽ നിന്ന് ഇറക്കി വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞല്ലോ. ഷൈജു വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാട് അദ്ദേഹം പറഞ്ഞല്ലോ. ഷൈജു ഈ സ്കൂളിൽ സമാധാനപരമായ അന്തരീക്ഷത്തിൽ പുതിയ കെട്ടിടത്തിൽ അധ്യയനം ആരംഭിച്ചിട്ടുണ്ട്. നിഷാദ്, ഷൈജു ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടോ? വിദ്യാഭ്യാസ അദ്ദേഹത്തിന് കാര്യമായ എന്തോ പ്രതിഷേധമുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി പറയുന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ കൊള്ളാവുന്നുണ്ട്. ചോദിക്കോ? നിങ്ങളെ ആരാക്രമിച്ചു? നിങ്ങൾ എന്റെ പേരിൽ നിങ്ങളെ ആരാക്രമിച്ചു? ചുമ്മാ ശരിക്കും മാധ്യമങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. എന്താണ് ഈ കാണിക്കുന്നത്? സാർ, ഇത് കഴിഞ്ഞ വ്യാഴാഴ്ച വരെ അവിടെ വർക്കിംഗ് ആയിരുന്നു. 4B 4C 7A പ്രിൻസിപ്പലിന്റെ റൂം ഇത്രയുമാണ് ആ ബിൽഡിംഗിൽ വരുന്നത്. എന്നിട്ട് ഇപ്പൊ അവര് പറയുന്നു വ്യാഴാഴ്ച വരെ വർക്ക് ചെയ്ത് എന്റെ കുഞ്ഞുങ്ങൾ 4Bയിലെ ക്ലാസ് റൂമിന്റെ മേൽക്കൂരയാണ് താഴെ കിടക്കുന്നത്. ഞങ്ങളുടെ എല്ലാ മക്കളും 4Bയിലാണ് പഠിക്കുന്നത്. അപ്പം വ്യാഴാഴ്ച വരെ പഠിച്ചെടുത്ത് വെള്ളിയാഴ്ച വിദ്യാഭ്യാസം എന്ന് ഇന്നലെ ആയപ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇന്നലെ സൺഡേ വർക്കിംഗ് ഡേ അല്ലായിരുന്നു. ഓക്കെ, അതുകൊണ്ട് അവർക്ക് അങ്ങനെ പറയാൻ പറ്റി. ഇന്ന് വർക്കിംഗ് ഡേ ആയപ്പോൾ ഇവര് വീണിട്ടുണ്ടെങ്കിൽ ഇവര് എന്ത് കള്ളത്തരം പറയും? അതായത് ഈ അകത്ത് നടക്കുന്ന സംഭവങ്ങൾ മറച്ചു വെക്കാനാണോ ഇവർ കാണിക്കുന്നത്? ഇന്നലെ വന്ന പേരൻസിനോട് പറയുക, ഇന്നുകൊണ്ട് നമുക്ക് ഇത് മാറ്റാമെന്ന്. മാറ്റി പെട്ടെന്ന് ആരും അറിയാതെ ചെയ്യാതെ. ഞങ്ങളുടെ ഹസ്ബൻഡ് പഠിച്ചത് കൊണ്ടാണ് ഞങ്ങൾ നിഷാദ, ഇവിടെ നമ്മൾ തർക്കിക്കാൻ വന്ന രാഷ്ട്രീയ പ്രവർത്തകരെ രക്ഷിതാക്കൾ കൈകാര്യം ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. രക്ഷിതാക്കൾ അവരുമായി തട്ടിക്കയറുന്ന കാഴ്ച. കാരണം രക്ഷിതാക്കൾ തന്നെ പറയുന്നത് എന്തൊക്കെയോ ഇവർക്ക് മറയ്ക്കാനുണ്ട്. ആ മറയ്ക്കാനുള്ളത് കൊണ്ടാണ് മാധ്യമപ്രവർത്തകരെ തടയുന്നത് എന്ന് രക്ഷിതാക്കൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. നമ്മളെ ആക്രമിച്ചിട്ടില്ല, കയ്യേറ്റം ചെയ്തിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. യഥാർത്ഥത്തിൽ ദൃശ്യങ്ങൾ സാക്ഷിയാണ്. ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം നമ്മളെ കയ്യേറ്റം ചെയ്യുന്നത്. ആ കയ്യേറ്റം ചെയ്യുന്ന ദൃശ്യങ്ങളുടെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ബന്ധപ്പെട്ട ആളുകൾക്ക് പരാതി പറഞ്ഞു, പോലീസിനോട് കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോഴും ഇവിടെയുള്ള ഇത്തരം ആളുകളെ മാറ്റുന്നതിനോ അവരെ അങ്ങോട്ട് നീക്കുന്നതിനോ ഒരു തരത്തിലുള്ള ശ്രമവും പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാവുന്നില്ല എന്നതാണ് ഖേദകരമായ കാര്യം. ഇപ്പോഴും ഇവിടെ തർക്കങ്ങൾ തുടരുന്നു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട വസ്തുതയായി തുടരുന്നത്. കാരണം സ്കൂളിൽ സമാധാനപരമായി ക്ലാസ് നടക്കുന്നുണ്ട്. ആ പുതിയ കെട്ടിടത്തിൽ വിദ്യാർത്ഥികൾ പഠനം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ തർക്കത്തിനൊരു കുറവുമില്ലാത്ത തരത്തിൽ രാഷ്ട്രീയ നേതാക്കന്മാർ ഇവിടെ നിന്ന് ഒരനാവശ്യവുമില്ലാതെ തർക്കിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട വസ്തുത. അവരെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം പോലീസ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ പോലീസ് അവരെ മാറ്റാൻ ശ്രമിക്കുമ്പോൾ അത് സഹകരിക്കുന്നില്ല എന്നതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. നിങ്ങളുടെ അണ്ണാക്കിലേക്ക് പിന്നാക്കി ചെല്ലുന്നു. ഇവിടെ പഠിപ്പിക്കണം. നിങ്ങൾ എല്ലിവിടുന്നു. നിങ്ങളൊക്കെ എത്രയോ ചാനലുകാർ ഇവിടെ ഉണ്ട്. നിങ്ങൾ മാത്രമല്ല കുഴപ്പം. എത്ര ചാനലുകാരുണ്ട് റിപ്പോർട്ട് ചെയ്യാനില്ലേ? ഏഷ്യാനെറ്റുകാരെല്ലാം ഉണ്ടല്ലോ. നിങ്ങൾ മീഡിയ കൊണ്ട് കുറെ ലക്ഷ്യം വെച്ചോണ്ടിരിക്കുകയാണോ? നിങ്ങൾ രാവിലെ തൊട്ട് തുടങ്ങിയാണല്ലോ. നിങ്ങൾക്ക് എന്താ തലയ്ക്ക് പ്രശ്നം? ഞാൻ ചോദിക്കാം, നിങ്ങൾക്ക് എന്താ വിഷയം? എത്രയോ ചാനലുകാരുണ്ടല്ലോ. നിങ്ങൾ മാത്രമല്ല ഇവിടെ വിഷയം. ഈ സ്കൂളിൽ ഈ സ്കൂളിൽ പഠനം നടക്കണം. നമ്മളെല്ലാം ഇവിടുന്ന് മാർക്കോട് അതിന്റെ സംരക്ഷണം നോക്കാൻ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. നിങ്ങൾക്ക് വേറെ പ്രശ്നം എന്താ? ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. നാട്ടുകാർക്ക് പ്രശ്നമില്ല. നിങ്ങൾ എന്താ? ഞങ്ങൾക്ക് പറഞ്ഞല്ലോ ഇവിടെ പഠനം നടക്കട്ടെ. നിങ്ങൾക്ക് എന്താ പ്രശ്നം? നിങ്ങൾ എപ്പോഴത്തോട്ടാ എന്നെ തടസ്സം കണ്ടത്? നിങ്ങൾ ചോദിച്ചതിന് മറുപടി ഞാൻ തടസ്സം നിൽക്കുന്നത്. നിങ്ങൾ പറ ഞാൻ തടസ്സം നിൽക്കുന്നത് നിങ്ങൾ എന്ത് കണ്ട് പറ. നിങ്ങൾ ചോദിച്ചാൽ ഞാൻ മറുപടി പറയാം. ഷൈജു, വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ കാര്യം കൂടി ചോദിക്കണം എന്ന് തോന്നുന്നു. മാധ്യമങ്ങളെ തടയാൻ എങ്ങനെ കഴിയുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ചോദ്യം. നിങ്ങൾ ആവശ്യത്തിന് റിപ്പോർട്ട് ചെയ്ത് പറയട്ടെ. പക്ഷേ നിങ്ങൾ ആവശ്യത്തിന് റിപ്പോർട്ട് ചെയ്ത് ചില ലക്ഷ്യങ്ങളോടുകൂടി നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു മാധ്യമ പ്രവർത്തനം ചെയ്തതിനെയാണ് ഞാൻ ഈ ചോദ്യം ചെയ്തത്. അദ്ദേഹം മതി മാഷേ, നിങ്ങൾ മാത്രമേ ഉള്ളൂ. മീഡിയ എന്ന് പറയുന്ന ചാനലുകാരെ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും 100% പക്കായിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു. നിങ്ങളുടെ പ്രശ്നം എന്താ? അത് ശരിയാകത്തില്ല. ഞങ്ങളൊക്കെ അരിയാഹാരം കഴിച്ച് വളരുന്ന മീഡിയ വണ്ണിന് വലിയ ലക്ഷ്യം ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് ആർക്കും ഇല്ലാത്ത ലക്ഷ്യം ഉണ്ടെങ്കിൽ നടക്കില്ല അത്. ഇല്ലില്ല, നിങ്ങൾ പറഞ്ഞ മാന്യമായിട്ടുള്ള ജനം കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രശ്നമല്ല. പക്ഷെ മീഡിയ വണ്ണിന്റെ ആ കൂടെ ഒന്നും ഇവിടെ നടക്കത്തില്ല മാഷേ. ഞങ്ങളൊക്കെ കഷ്ടപ്പെട്ട് അരിയാഹാരം ഉണ്ടാക്കുന്നവരാ. അത് നടക്കത്തില്ലെന്ന് തന്നെ പറഞ്ഞേ മാഷെ. നടക്കത്തില്ല.
നിങ്ങൾ അങ്ങോട്ട് മാറി ഇതും പിടിച്ചോണ്ട് ഇങ്ങോട്ടൊന്നും പറഞ്ഞു നടക്കത്തില്ല. അത് നടക്കത്തില്ലെന്ന് പറഞ്ഞു. അത് നടക്കത്തില്ല. നിങ്ങൾക്ക് വല്ല മീഡിയ വല്ല രക്ഷയുണ്ടോ? എന്റെ മാഷെ നിങ്ങളെ മർദ്ദിച്ചിട്ടൊന്ന് കാണിയില്ലേ? എന്റെ ക്യാമറാമാന്റെ കൈ ഒരു കാര്യം ചുമ്മാ നിങ്ങളെ മർദ്ദിക്കുന്നത് കണ്ടോണ്ടിരിക്കില്ല. നെതിരെ പോലീസ് നടപടി ഉണ്ടാവണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പോലീസ് നടപടിയെടുക്കുന്ന പ്രതീക്ഷയൊന്നുമില്ല. പക്ഷേ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇല്ല കഴിഞ്ഞ അങ്ങനെ വിദ്യാഭ്യാസ മന്ത്രി കയറിക്കൊള്ളാൻ പറഞ്ഞു. അതിനൊക്കെ വലിയ മന്ത്രി അവര് ആര് പറഞ്ഞു? നിങ്ങൾ കണ്ടില്ലേ ഞാൻ മരുന്ന് കഴിക്കുന്നത്? ഞാൻ മരുന്ന് കഴിക്കുന്നത് ഒരാളായ മനുഷ്യൻ ഒരു ഗുളി കഴിക്കാൻ പോയി മര്യാദയ്ക്ക് സംസാരിക്കാൻ ഇയാൾ എന്ത് എന്നോട് ക്യാമറ റെക്കോർഡ് ഉണ്ടല്ലോ, അത് കുഴപ്പമില്ല, നമ്മൾ കാണിച്ചു തരാം. അതൊക്കെ നിങ്ങൾ ഈ മാധ്യമ ധർമ്മത്തിന്റെ ഭാഗമായി കാണിക്കും എന്നൊക്കെ പറയുന്നു. അല്ലെന്ന് കാണിച്ചു തരാന്ന് പറഞ്ഞാൽ റെക്കോർഡ് ഉണ്ട്, കാണിച്ചു തരാന്ന് പറഞ്ഞത് ചേട്ടൻ കാണിച്ചു തരാന്ന് പറഞ്ഞത് വേറെ ആരും ഒന്നല്ല പറഞ്ഞത്. ഞാൻ കണ്ടില്ല. നിങ്ങൾ എന്റെ കൂടെ ഗുളിക നിങ്ങൾ എന്റെ കൂടെ അങ്ങോട്ട് പോയി. ഞാൻ കണ്ടില്ല. ഞാൻ ചെല്ലുമ്പോൾ എന്നോട് പറയാം ഗുളിക ആശുപത്രിയിൽ നീ പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ ആ ഗുളിക കഴിച്ചില്ല, എനിക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല. എന്നിട്ട് ഞാൻ ഒരെണ്ണം കഴിച്ചു, ഇനി ഒരെണ്ണോടെ കഴിക്കണം. അത് കഴിക്കാൻ പറ്റില്ല. അതാ ആരും പറയാതെ രാഷ്ട്രീയക്കാരനാണ് രാഷ്ട്രീയ ലക്ഷ്യം നടക്കത്തില്ലെന്നേ പറഞ്ഞത്. നിങ്ങളെ ആരാക്രമിച്ചു? നിങ്ങൾ എന്റെ പേരിൽ ലൈവ് ഇട്ടല്ലോ. നിങ്ങളെ ആരാക്രമിച്ചു? ചുമ്മാ ഞാൻ പറയുവാണ്. ഞാൻ ഇപ്പോഴും അദ്ദേഹത്തിന്റെ മുന്നിൽ മാഷ നടക്കത്തില്ല. നിങ്ങൾ അങ്ങോട്ട് മാറി ഇതും പിടിച്ചോണ്ട് ഇങ്ങോട്ടൊന്നും പറഞ്ഞു നടക്കത്തില്ല. അത് നടക്കത്തില്ലെന്ന് പറഞ്ഞു. അത് നടക്കത്തില്ല. നിങ്ങൾക്ക് വല്ല മീഡിയ വല്ല രക്ഷയുണ്ടോ? എന്റെ മാഷെ നിങ്ങളെ മർദ്ദിച്ചിട്ടൊന്ന് കാണിയില്ലേ? നല്ലൊരു മാധ്യമ പ്രവർത്തനം.